മഹാത്മാഗാന്ധി സർവകലാശാലയിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സെനറ്റിലേക്ക് BJPയുടെ 19 പേരെ ഗവർണർ നോമിനേറ്റ് ചെയ്തത്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരോ KSUO ഒരു പ്രതികരണവും ഇതുവരെയും നടത്തിയിട്ടില്ല. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കാനുള്ള കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരായ വലിയ പ്രതിഷേധം SFI ഉയർത്തിക്കൊണ്ടുവരികയാണ്. കോട്ടയം MG സർവകലാശാലയിലേക്ക് SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. MG സർവകലാശാലയുടെ താൽക്കാലിക VC-ആയി സംഘപരിവാർ അനുഭാവിയെ നിയമിച്ചു. അതിന് തുടർച്ചയായിട്ടാണ് സെനറ്റിലേക്കും സംഘപരിവാർ അനുഭാവികളെ കുത്തി നിറയ്ക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. സനോജ് ചേരുന്നു. സനോജ്, SFIയുടെ പ്രതിഷേധം തുടരുകയാണ്, വിവരങ്ങൾ. MG യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് കടന്നു വന്നത് ഇതിനെതിരെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സമാധാനപരമായ സമരത്തിന് നേരെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു പ്രകോപനവുമില്ലാതെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഗവർണറുടെ ഭാഗത്ത് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ KSU പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളോ യാതൊരു പ്രതിഷേധമോ പ്രസ്താവനകളോ ഇറക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിനിടയിലാണ് SFI സംസ്ഥാന വ്യാപകമായി ഈ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് MG യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്കും ഇന്ന് മാർച്ച് നടക്കുന്നത്. ഈ മാർച്ചിന് നേരെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. യാതൊരു പ്രകോപനവുമില്ലാതെ സമാധാനപരമായി നടന്ന സമരമായിരുന്നു. പോലീസ് വലയം ഭേദിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ SFIയുടെ നൂറുകണക്കിന് സമര പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് MG യൂണിവേഴ്സിറ്റിയുടെ കവാടം ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ 30 സെനറ്റിലേക്ക് 19 പേരെയാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നാമനിർദ്ദേശം ചെയ്തത്. സെനറ്റ് പുനഃസംഘടിപ്പിച്ചത് വഴി BJPയുടെ നേതാവ് കൂടിയായിരുന്ന മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന J. പ്രമീളാദേവി ഉൾപ്പെടെയുള്ള ആളുകൾ, RSSന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള N. ശങ്കരരാമൻ, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘിന്റെ പ്രവർത്തകരായിട്ടുള്ള ഗണേശ് ചന്ദ്ര പ്രഭു, BJP സ്കൂൾ അധ്യാപക സംഘടനയുടെ ഭാരവാഹികളായിട്ടുള്ള R. ജിഗി, K. രാജേഷ് മോഹനൻ, N. മനു, കാലടി സംസ്കൃത സർവകലാശാലയിലെ AVP പ്രവർത്തകനായിരുന്ന S. മേഘ ഉൾപ്പെടെ കുട്ടനാട്ടെ മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകനായിട്ടുള്ള K. രംഗനാഥ് കൃഷ്ണ ഉൾപ്പെടെയുള്ള സംഘപരിവാർ അനുകൂലികളെയാണ് ഗവർണർ ഈ സെനറ്റിലേക്ക് കുത്തിനിറച്ചുകൊണ്ട് കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായി SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. LDF BJP ഡീൽ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടി ആ ഡീൽ ഇപ്പോൾ, അതായത് ആരുമായിരുന്നു ഡീൽ എന്ന തരത്തിൽ BJPയുമായി കൃത്യമായ ഡീൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സർവകലാശാലകളിൽ സംഘപരിവാർ അനുകൂലികളെ വൈസ് ചാൻസലറായിട്ടും ഒപ്പം തന്നെ സെനറ്റിലേക്ക് സംഘപരിവാർ അനുകൂലികളെ സെനറ്റ് അംഗങ്ങളായിട്ട് നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമാധാനപരമായി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ നടന്ന സമരത്തിന് നേരെയാണ് ഇത്തരത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. കാരണം ഇത്തരത്തിൽ BJP സംഘപരിവാർ അനുകൂല നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയരുമ്പോൾ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ തന്നെ SFI നേതാക്കൾ തന്നെ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, സമാധാനപരമായി സമരം സംഘടിപ്പിക്കപ്പെടുമ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ ഇത്തരത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ജലപീരങ്കി പ്രയോഗിക്കുന്നത് എന്ന്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ MG യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പ്രതിഷേധ മാർച്ച് എവിടേക്ക് സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിന് നേരെയാണ് ഇപ്പോൾ
ജലപീരങ്കി പ്രയോഗിക്കുകയും ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KSML SFയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KSMലും പോലീസും തമ്മിലുള്ള ഒരു വാക്കുതർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായി നടന്ന സമരത്തിന് നേരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചത് എന്നുള്ളതാണ് പോലീസിനോട് അമൽ ഉന്നയിക്കുന്ന ചോദ്യം. എന്തായാലും ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സമരം അല്പസമയത്തിനകം SFയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമൽ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുക. സംസ്ഥാന വ്യാപകമായി സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് SFI സംഘടിപ്പിക്കപ്പെടുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് MG യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്കും ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി സംഘപരിവാരവൽക്കരണത്തിന്റെ ഭാഗമായി ഈ ക്യാമ്പസുകളെ സംഘവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിയമനങ്ങൾ നടന്നത് MG യൂണിവേഴ്സിറ്റി ആസ്ഥാനത്താണ്. MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ CT അരവിന്ദ് കുമാർ വിരമിച്ച ഒഴിവിലാണ് താൽക്കാലിക BC പ്രൊഫസർ മാബൂദിനെ ആദ്യം ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിനോടും മുഖ്യമന്ത്രിയോടും മാധ്യമപ്രവർത്തകർ ഈ കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും യാതൊരു പ്രതികരണവും നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മന്ത്രിമാർ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് തൊട്ട് അടുത്ത് സെനറ്റ് പുനഃസംഘടനയിൽ 30 സെനറ്റിലേക്ക് 19 സംഘപരിവാർ അനുകൂലികളെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ഗവർണറുടെ ഉത്തരവ് നടപ്പാക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഗവർണർ സംഘപരിവാർ അനുകൂലികളെ യൂണിവേഴ്സിറ്റികളിലെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിയോഗിക്കപ്പെടുമ്പോൾ യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമല്ല ഒരു പ്രസ്താവന കൊണ്ട് ഒരു പ്രതികരണം പോലും നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോ തയ്യാറാകുന്നില്ല. ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളും മൗനം തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന വ്യാപകമായി SFI ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധവുമായി യൂണിവേഴ്സിറ്റി ആസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത്. ആ പ്രതിഷേധത്തെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിക്കൊണ്ട് നേരിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷമി.